നേരിട്ട് അതിൽ ആദ്യം ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ഈ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം എ പീതാംബരൻ ഉൾപ്പെടെ പാർട്ടി തള്ളിപ്പറഞ്ഞതാണ്. അപ്പോൾ ആ പ്രതികളെ കൂടി ജയിലിലെത്തിക്കുമ്പം ജയരാജൻ ഇവിടെ എത്തി. അപ്പോൾ അവരെ കൂടി കാണാൻ തന്നെയാണ്, അവർക്കും കൂടി ഐക്യദാർഢ്യമാണോ? അങ്ങനെ അല്ല, അതായത് കേസിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് കേസിന്റെ ഭാഗമായിട്ട് കോടതിയിൽ നടക്കേണ്ട കാര്യമാണ്. പക്ഷേ നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങൾ കാണിക്കുന്ന ഈ മാർക്സിസ്റ്റ് വിരുദ്ധ ജ്വരം ഉണ്ടല്ലോ, അതിനെ ജനങ്ങൾ പുച്ഛത്തോടു കൂടിയാണ് കാണുന്നത്. കാരണം ഇവിടെ CPMകാർ കൊല്ലപ്പെടേണ്ടവരാണ് എന്നതാണോ നിങ്ങളുടെ ധാരണ? ഇരട്ടക്കൊലയെ സംബന്ധിച്ച് പറയുന്ന നേരത്ത് തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടിൽ CPMന്റെ 2 പ്രവർത്തകന്മാരെ തിരുവോണത്തിൻ്റെ തലേ ദിവസം ഒരു 4 വർഷം മുമ്പാണല്ലോ കൊലപ്പെടുത്തിയത്. എന്താ നിങ്ങൾക്ക് വാർത്തയാക്കാൻ തോന്നാത്തത്? ഞാനിപ്പോൾ ഈ ജയിലിലെത്തിയിട്ടുള്ളത് കണ്ണപുരത്ത് CPMന്റെയും DYFIയുടെയും മുശിരനായിട്ടുള്ള പ്രവർത്തകൻ സഖാവ് റീജിത്തിനെ കൊലപ്പെടുത്തിയ സംഭവത്തെ തുടർന്ന് അതിലെ 9 പേരും RSSകാരായിട്ടുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചിരിക്കുകയാണ്. ആ റീജിത്ത് രക്തസാക്ഷിയുടെ വീട്ടിൽ പോയിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ നിങ്ങളുടെ മാധ്യമധർമ്മബോധം അത് CPMരുടെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് അത് ഉയർത്തിപ്പിടിക്കാത്തത് എന്ന ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് ഓരോ കേസിനും എത്ര വിശദാംശങ്ങളുണ്ടാവും. നിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ ഈ കേരളത്തിൽ നടന്നിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ, DYFIക്കാർ, SFIക്കാരൊക്കെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്നേരത്തൊന്നും നിങ്ങളുടെ ധർമ്മബോധം കാശിക്ക് പോയിരുന്നോ? പാർട്ടി തള്ളിപ്പറഞ്ഞ പ്രതികളെ കാണാൻ അതാ ഞാൻ പറഞ്ഞത്. അതിപ്പോൾ ഈ കണ്ണൂർ ജില്ലയിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നല്ലോ ധീരജ്, ഓർമ്മയുണ്ടോ? ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ SFI പ്രവർത്തകനായിട്ടുള്ള ധീരജിനെ കോളേജിനകത്ത് കയറി അവിടുത്തെ വിദ്യാർത്ഥിയല്ലാത്ത ഒരു കോൺഗ്രസ്സുകാരൻ കുത്തിക്കൊലപ്പെടുത്തി. ആ കൊലക്കേസിലെ പ്രതിയെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കൂട്ടി നടന്നപ്പോൾ നിങ്ങൾ എവിടെ പോയിരുന്നു? നിങ്ങളുടെ ഈ ധാർമ്മിക ബോധം അന്നൊന്നും കണ്ടിട്ടില്ലല്ലോ. ഈ കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ ധീരജ് കൊലക്കേസിലെ പ്രതിയെ കൂട്ടി കോൺഗ്രസ് നേതാക്കന്മാർ പോയിട്ടുണ്ട്. ഇവിടെ നിങ്ങളിതൊക്കെ പറയുന്ന അവസരത്തിൽ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒരു കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട KPCCയുടെ ഒരു നേതാവുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് ബീഡിത്തൊഴിലാളിയായിരുന്ന കൊളങ്ങരത്ത് രാഘവനെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതി, ജീവപര്യന്ത തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതി ഇപ്പോൾ KPCC എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അതൊന്നും നിങ്ങൾക്ക് ഓർമ്മ വരില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ CPM വിരുദ്ധ ജ്വരം ബാധിച്ച് പക്ഷപാതപരമായിട്ടുള്ള വാർത്തകൾ കൊടുക്കുകയാണ്. അതിനെ ജനങ്ങൾ പുച്ഛത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. അല്ല, ജയിൽ ഉപദേശക സമിതി അംഗമെന്ന നിലക്ക് മാത്രമല്ല, ഞാൻ പറഞ്ഞു എൻ്റെ MLA ആയിരുന്നു സഖാവ് KV കുഞ്ഞിരാമൻ. CPMന്റെ പ്രവർത്തകരാണ് അവരൊക്കെ, നേതാക്കന്മാരെ കാണാൻ തന്നെ ഞാൻ വന്നത്. ഞാൻ CPMന്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ കൂടിയാണ്, ജയിൽ ഉപദേശക സമിതി അംഗം കൂടിയാണ്. ഞാൻ എഴുതിയിട്ടുള്ള ഒരു പുസ്തകം അവർക്ക് വായിക്കാൻ കൊടുത്തിട്ടുണ്ട്. അല്ല, അത് സംബന്ധിച്ച് പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മുഴുവൻ പ്രതികൾക്ക് വേണ്ടി അപ്പീൽ പോകുമോ പാർട്ടി? അല്ല, അതാ പറഞ്ഞത്. അതിനൊക്കെ മറുപടി പറയാൻ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട മറ്റ് നേതാക്കന്മാരെ നിങ്ങൾ സമീപിക്കുക. ഓക്കെ, ശരി ശരി. പി ജയരാജൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ശക്തമായ രാഷ്ട്രീയ നിലപാട് കൂടിയായിരുന്നു അദ്ദേഹം ഇപ്പോൾ ആ ജയിലിന് പുറത്തു വെച്ച് വ്യക്തമാക്കിയത്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട 9 പ്രതികളെ മാത്രമല്ല 5 വർഷം കഠിന തടവിന് വിധിച്ച KV കുഞ്ഞിരാമൻ, K മണികണ്ഠൻ, രാഘവൻ വെളുത്തോളി, KV ഭാസ്കരൻ എന്നിവരെ കൂടി എറണാകുളം ജില്ലാ ജയിലിൽ നിന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. KV കുഞ്ഞിരാമനെ കണ്ടു, താൻ എഴുതിയ പുസ്തകം കൈമാറിയെന്നും പി ജയരാജൻ വ്യക്തമാക്കുന്നു. അത് മാത്രമല്ല, ജയിലിൽ കഴിയുന്ന എല്ലാവരെയും കണ്ടു. ഇത് താൻ ജയിൽ ഉപദേശക സമിതി അംഗം എന്ന നിലയിലല്ല ഇപ്പോൾ അവിടേക്ക് വന്നിട്ടുള്ളതെന്നും CPM അനുഭാവികളായ പ്രതികളെയും CPM പ്രവർത്തകരായ പ്രതികളെയും കാണാൻ തന്നെയാണ് ഈ ജയിൽവാസം എന്നത്. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് ഇത് ഒരു ആദ്യത്തെ അനുഭവമല്ല, അത് വായിക്കാനും പ്രബുദ്ധരാകാനുമുള്ള ഒരു കാലയളവാണ്. അതുകൊണ്ട് താൻ എഴുതിയ പുസ്തകം നൽകുകയാണ്, അവർക്ക് ആ സമയം കിട്ടുകയാണ് എന്നുള്ളത് കൂടിയാണ് പി ജയരാജൻ വ്യക്തമാക്കുന്നത്. മറ്റൊരു കാര്യം, മാധ്യമങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു വിമർശനമാണ് ഇപ്പോൾ PJയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഫെലിക്സ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഫെലിക്സ്, വരിക കാണുക മാത്രമല്ല, കൃത്യമായ രാഷ്ട്രീയ നിലപാട് കൂടി വ്യക്തമാക്കുകയാണ് PJ.
തീർച്ചയായിട്ടും മുഴുവൻ പ്രതികൾക്കൊപ്പവും പാർട്ടി ഉണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് പി ജയരാജൻ. അതായത് ഈ കേസിലെ മുഴുവൻ 14 പ്രതികളെയും ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചു. വലിയ മുദ്രാവാക്യം വിളിയോടുകൂടിയാണ് ആ പ്രവർത്തകരടക്കം ഈ പ്രതികളെ സ്വീകരിച്ചത്. അതായത് കുറ്റവാളികളാണ് അവരെ സ്വീകരിച്ചത്. KV കുഞ്ഞിരാമൻ അടക്കമുള്ള അത് മുൻ ഉദുമ MLAയും ഒപ്പം തന്നെ കാസർഗോഡ് നിലവിലെ ജില്ലാ സെക്രട്ടറി അംഗം കൂടിയായ കുഞ്ഞിരാമൻ അടക്കമുള്ളവരെയും ആ ജയിലിലേക്ക് എത്തിച്ചു. ആ സമയത്ത് ഈ കുറ്റവാളികൾക്ക് ഹസ്തദാനം ചെയ്തും അവരെ മുദ്രാവാക്യം വിളിച്ചുമൊക്കെയാണ് CPM പ്രവർത്തകർ സ്വീകരിച്ചത്. ഏതായാലും പി ജയരാജൻ ജയിലിനുള്ളിൽ പ്രവേശിച്ച് കുറ്റവാളികളെ കണ്ട് അവർക്ക് പുസ്തകം നൽകി. പി ജയരാജൻ എഴുതിയ പുസ്തകമാണ് നൽകിയത്. അപ്പോൾ പി ജയരാജൻ വ്യക്തമാക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക് തടവറ ഒരു വായിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ആ അവസരത്തിൽ തന്റെ ഒരു പുസ്തകം നൽകി എന്നത് മാത്രമല്ല, ഇതിൽ താൻ അവിടെ വന്ന് കണ്ടതിൽ എന്താണ് തെറ്റ്? മാധ്യമങ്ങൾക്കാണ് പി ജയരാജന്റെ പഴി മുഴുവനും. അതായത് ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കളടക്കം നിലവിൽ പ്രതികൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് വിമർശനവും ധാർമ്മികതയും ഒന്നും ഉയരുന്നില്ല. ഏതായാലും ഈ പ്രതികൾക്കൊപ്പമാണ് തങ്ങളെന്ന് പി ജയരാജൻ തന്നെ വ്യക്തമാക്കുന്നു. പാർട്ടിയുടെ വലിയ പിന്തുണ ഉണ്ടാകും എന്ന് തന്നെയാണ്. അതായത് പാർട്ടി തള്ളിപ്പറഞ്ഞ പ്രതികളാണ് 1 മുതൽ 8 വരെയുള്ള പ്രതികൾ. പക്ഷെ അവർക്കൊപ്പം തങ്ങളുണ്ട് എന്നൊരു നിലപാട് പി ജയരാജൻ നേരിട്ടെത്തി പ്രഖ്യാപിക്കുന്നു എന്നതാണ്. പ്രത്യേകിച്ചും ജില്ലാ സമ്മേളനം അടക്കം നടക്കാനിരിക്കെയാണ് പി ജയരാജൻ ഒറ്റയ്ക്ക് ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത് എന്നതും വളരെ ശ്രദ്ധേയമാണ്.